മണികർണിക ഘാട്ട്. ഇവിടെയാണ് ക്രിമേഷനും അന്ത്യയാത്രയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇതാണ് എന്താ പറയുക, മന്ദിരങ്ങളാണ്. ഇതിൽ അഗ്നി സംസ്കാരത്തിനെ കുറിച്ചുള്ള ചിത്രമാണ്. ഇതിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് കാഴ്ച കാണാം. ഈ അമ്പലത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കെട്ടിയിട്ട് ഒരു ആടിനെ ഞാൻ കണ്ടു. ഒരാടുണ്ട്. ആടാണിത്. ആചാരങ്ങളും മരണത്തിന് മുമ്പുള്ള ഒരു ക്ഷേത്രം. പിന്നെ മുകളിലുണ്ട്. ഇവിടുന്നാണ് ശ്വാസം. ഇനി നമുക്ക് മറ്റ് ഘാട്ട്സിലേക്ക് ഈ സൈഡിൽ പോവാം. മണികർണിക ഘാട്ടിൻ്റെ കാഴ്ചയാണ് ഇപ്പം കണ്ടത്. നമോ ഘാട്ട് വരെ ഒരു സൈഡ് പോവാം. ഇത് മണികർണികയുടെ ഒരു ക്ഷേത്രമാണ്, മഹാദേവൻ്റെ. ഇവിടുന്നും ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. കാഴ്ചകൾ ഭയങ്കര. പല പല ആചാരങ്ങളും പുണ്യകർമ്മങ്ങളാണ് ചെയ്യുന്നത് നമ്മുടെ പൂർവികർക്ക് വേണ്ടി. ഘാട്ട് ഇതേത് ഘാട്ടാണെന്ന് എനിക്കറിയില്ല. ഇവിടെ 2-3 ക്ഷേത്രങ്ങളുണ്ട്. ഇവിടുത്തെ ഒരു കുളം, ചെറിയൊരു കുളത്തിൻ്റെ അവസ്ഥ, വെള്ളമൊന്നുമില്ല. വാരണാസി കാശി കാ സർവപ്രധാൻ അനാദി തീർത്ഥ് ശ്രീ മണികർണിക ചക്ര പുഷ്പകർണി. മണികർണികയുടെ ഒരു ചെറിയ മണികർണിക ഘാട്ട് പോലത്തെ മണികർണിക ഒരു കുളമാണ് ആ മന്ദിരത്തിൻ്റെ. അവരുടെ ആ മഞ്ഞ ഡ്രസ്സൊക്കെ ധരിച്ച് സാരിയൊക്കെ എടുത്തിട്ടാണ് ഈ കർമ്മം ചെയ്യേണ്ടത്. മണികർണിക ഘാട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിയ ഒരു കല്ലാണിത്. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ദ എറ്റേണൽ ബേണിംഗ് ഫയർസ് ഓൺ മണികർണിക ഘാട്ട് speak of how in Kashi, even in death, there is a sense of celebration. It is one of the Panchatirthas of Varanasi. It is associated with the eternal burning fires on Manikarnika Ghat. Speak of how in Kashi, even in death, there is a sense of celebration. It is one of the Panchatirthas of Varanasi. It is associated with the eternal Chakra Pushpa Karni Kund, where a jewel had fallen from Shiva's earning, Karnamani, earning the ghat its name. അതായത് മണികർണിക ഘാട്ട് എന്ന് പറഞ്ഞ പേര് കിട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവൻ്റെ ഇതൊരു ചക്രപുഷ്പണി ഒരു ജ്വല്ലുണ്ടായിരുന്നു, ഒരു ഡയമണ്ട് ഉണ്ടായിരുന്നു. ആ ഡയമണ്ട് മഹാദേവൻ്റെ അതിൽ നിന്ന് വീണുപോയി, കഴുത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പേര്. അതാണ് ഈ മണികർണികയുടെ ആ പേര് വരാൻ കാരണം. അങ്ങനെ മണികർണിക ഘാട്ടിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ് ഇനി അടുത്ത ഘാട്ടിലേക്ക് പോകാം. നല്ല അടിപൊളി ചിത്രമാണ് മഹാദേവൻ്റെ. മണികർണിക ഘാട്ടിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ.